എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മൊമെൻ്റാണ് സാർ. കാരണം ഞാൻ എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ അച്ഛൻ്റെ ഒപ്പം അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഒപ്പം വെക്കുന്ന ആളുകളിൽ ഒരാളാണ് സാർ. അത് സാറിന് അറിയാം. എൻ്റെ ലൈഫിലുള്ള അപ്പൊ എന്റെ ഫോട്ടോയുടെ മുമ്പിൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അല്ല ഞാൻ ചോദിക്കണം. നമ്മളൊരു ഒഫീഷ്യൽ സീരിയസ് ഇന്റർവ്യൂവിലാണ്. സോറി കൊളാക്കല്ലേ. അപ്പം കളഞ്ഞു. അപ്പം അതായത് എൻ്റെ ലൈഫിലുള്ള സ്പെഷ്യൽ മൊമെന്റ്സിലൊക്കെ സാറിന്റെ ഒരു പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡൗൺ ആയിട്ട് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഒരു കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ ഒരു അവസരത്തിൽ സാർ എൻ്റെ ഒരു ദിവസം ഒരു ഒറ്റ കോളായിരുന്നു എന്നെ ലൈഫ് സേവ് ചെയ്ത. കഥയൊന്നും ഞാൻ പറയാനില്ല. സന്തോഷം. അതില് പോസിറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ, അത് വളരെ സന്തോഷമാണ്. പോസിറ്റീവിന്റെ മുകളിലുണ്ടെങ്കിലേ ഉള്ളൂ. സാർ ഞാനൊരു ഡേറ്റ് പറയാം. സാറിന് ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് അതൊരു വലിയ ഡേറ്റാണ്. പക്ഷെ സാറിനെ ഗസ് ചെയ്യണം. ജൂലൈ 12. എൻ്റെ ലൈഫിൽ വലിയൊരു ദിവസമായിരുന്നു. അത് സാറാണ് കാരണം. എനിക്ക് ആകെ അറിയാവുന്ന 2 ഡേറ്റ്. സാർ എന്നെ ചെന്നൈയിലേക്ക് പാടാൻ വിളിച്ച ദിവസം. അതായത് എൻ്റെ പ്ലേ ബാക്ക് സിംഗിങ് എന്നുള്ള ഒരു സ്വപ്നത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സാറായിരുന്നു. കുറേ സന്തോഷം. അതിലും സാറിന്റെ മ്യൂസിക് ഡയറക്ടർ അതെങ്ങനെയായിരുന്നു? സാറിന് മ്യൂസിക് ഡയറക്ടർ ആവണം തന്നെയായിരുന്നു ആഗ്രഹം? പിന്നെ ചെറുപ്പം മുതൽ. കാരണം നമുക്ക് അന്ന് ചെറുപ്പത്തിലിരിക്കുമ്പോഴേ എനിക്ക് പാട്ട് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പഴയ ലിറിക്സ് ഇല്ലാത്തതുകൊണ്ട് പഴയ പാട്ടുകളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ട്യൂണിലാക്കി പാടുമായിരുന്നു. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പാടുകയും പാട്ട് ചെയ്യുകയും ചെയ്ത് പാട്ടുകള് വയലാർ സാറിൻ്റെ ഒക്കെ പാട്ട് എടുത്തിട്ട് ഇപ്പോൾ സാർ അറിയുന്നു. ഞാൻ എൻ്റെ തോന്നിയ മാസത്തിൽ നമ്മൾ വേറെ ട്യൂണൊക്കെ ആക്കി പാടും. പിന്നെ അല്ലാണ്ട് ഭാസ്കര മാഷിനെയൊക്കെ എത്ര പാട്ട് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതൊരു ഇഷ്യൂ അല്ല. പണ്ട് മുതലേ അത് സംഗീതം ചെയ്യുന്ന ഒരു ഇഷ്ടമായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഇവിടെ വന്ന് പാട്ട് പഠിത്തവും ഇതൊക്കെ കൂടെ ആയ അപ്പോൾ പിന്നെ അതങ്ങ് നടന്നു. അത് അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ആദ്യത്തെ ഒരു ഫിലിം എന്ന് പറഞ്ഞു പോയാൽ എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ്ങിന് 1 2 3 4 വരുമ്പോൾ കറണ്ട് പോയി. അയ്യോ, അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ആ സമയത്ത് അവിടെയുള്ള റെക്കോർഡിംഗ് എഞ്ചിനീയർ പറഞ്ഞത് ഇളയരാജ സാറിനും ഇതുപോലായിരുന്നു, അതുകൊണ്ട് നീ വിഷമിക്കണ്ട. അപ്പോൾ ഒരു ആശ്വാസമായി. പക്ഷേ അതല്ലെങ്കിൽ വിഷമിച്ച അന്ന് ആത്മഹത്യ ചെയ്തേനെ. സാറിന്റെ പാട്ട് പാടാൻ പോകണം, അല്ലെങ്കിൽ സാറിന്റെ പാട്ട് പാടി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കണം എൻ്റെ അമ്മേ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാ. അത് സാറിന്റെ കോമ്പോസിഷൻസിൽ എപ്പോഴും വെറുതെ ഈസി ആയിട്ടൊന്നും പാടാൻ പറ്റാറില്ല, അതൊരു സത്യമാണ്. പക്ഷെ അല്ലാത്ത പാട്ടുകളുണ്ട്. എന്നാലും ഒരു പാട്ടുകാരിക്കും അല്ലെങ്കിൽ പാട്ടുകാരനോ നന്നായിട്ട് കഷ്ടപ്പെടാനുള്ള ഒരു സാധനം സാറ് സിമ്പിളായിട്ടാണെങ്കിലും അതിനകത്ത് ഉണ്ടാവാറുണ്ട്. ഇല്ല, ഞാനങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിച്ച് അയാളുടെ പ്രാക്ക് കേൾക്കാൻ വേണ്ടി പാട്ട് ചെയ്യാറില്ല. ഫസ്റ്റ് ഇപ്പം നമുക്കേത് നല്ലതെന്ന് തോന്നുന്നു, എനിക്ക് പാടാൻ പറ്റുന്നതാണ് ഞാൻ ഈ ചെയ്യുന്നത്. എനിക്കേ പാടാൻ വയ്യാത്തൊരു സാധനം ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല, അല്ലേ? അത് ന്യായമായിട്ടുള്ള കാര്യമല്ലേ? അമൃതയാണോ പടം, ഇന്ന് അവളെ കൊന്നിട്ട് തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞ് ഞാനൊരു സാധനം ഉണ്ടാക്കില്ല. അപ്പം ഇല്ല, നന്നാവണം. എന്തെങ്കിലും ഒരു സിനിമാ സംഗീതത്തിന് നമ്മുടേതായിട്ട് എന്തെങ്കിലും നമ്മൾ ഇവിടെ ഇല്ലാതിരിക്കുന്ന ഒരു കാലം വരുമല്ലോ എന്തൊക്കെയാലും. ആ സമയത്തും ജനങ്ങൾ നോക്കിയിട്ട് നന്നായിരുന്നു എന്ന് പറയുന്ന കുറച്ച് കോമ്പസിഷൻസ് മലയാളത്തിന് കൊടുക്കണം എന്നുള്ള ആഗ്രഹം, അതേ ഉള്ളൂ. അപ്പം അതെ എനിക്ക് മനസ്സിലായി. പക്ഷെ അമൃത ഈ പറഞ്ഞൊരു വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. പലരും ഓർക്കസ്ട്രക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ശരത്തേട്ടാ പാട്ടൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും പാട്ടുകാരൻ പഠിച്ചിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും തെറ്റിക്കുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനത് സീരിയസ് ആയിട്ട് ആലോചിച്ചു. പിന്നെ അതിന് ആ ഒരു ഇപ്പോൾ തിരക്കഥ എന്നുള്ള സിനിമ പാലപ്പൂ ഇതിൽ കേട്ടാൽ അറിയാം, അതൊരു പഴയ ടൈപ്പ് പാട്ടാണ്. അവിടെ തൊട്ട് നോക്കിയ ആളുകളെ ഇങ്ങനെ സിങ്കപ്പേറ്റ് ചെയ്ത് വിഷമിപ്പിച്ച് അങ്ങനെ ഒരു പരിപാടിയില്ല. MG അണ്ണൻ പറഞ്ഞിട്ടുണ്ട്, ആ വാലിന്മേൽ കുട്ടിക്കുറുകാലി ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ലെന്ന്. അത് കാരണം അതുകൊണ്ട് അണ്ണൻ ആ പാട്ട് പാടൽ നിർത്തിയിരുന്നു. 2 വട്ടം അണ്ണൻ തെറ്റിച്ചു, പിന്നെ ഓർക്കസ്ട്രക്കാർ തെറ്റിച്ചു, അത് നിർത്തിയടെ അണ്ണാച്ചി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള അപകട സാധ്യത ഇല്ലാത്ത പാട്ടുകളാണ്. പിന്നെ ഞാൻ അത് കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ സാർ, ഞാൻ സാറിൻ്റെ അടുത്തൊന്ന് പാടിയപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടില്ല, എനിക്കിതൊന്നും അറിയില്ലല്ലോ, ആദ്യത്തെ സിനിമാ പാട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സാർ 3/4 മണിക്കൂർ കൊണ്ടാണ് ആ പാട്ട് ചപ്പയെന്ന് പറഞ്ഞിട്ട് എടുത്തത്. ഞാൻ പാടിയതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. അതൊന്നുമില്ല, അത് എനിക്ക് ആവശ്യമുള്ളത് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് എനിക്ക് നല്ല ധാരണയുണ്ട്. ഈ പാട്ടുകാരെ ആരെയും ഞാനിട്ട് വിഷമിപ്പിച്ചിട്ടേ ഇല്ല. അതെ, ആരാണെങ്കിലും പാട്ടുകൾ കേൾക്കുമ്പോൾ ഭയങ്കര എടുത്തു, പക്ഷെ ചടപടാന്നായിരുന്നു സാറ്. അല്ല, എനിക്ക് എൻ്റെ സംഗീതത്തിനെ പറ്റി ധാരണയുണ്ട്, അതുകൊണ്ടാണ്. സാറിൻ്റെ ലൈഫിൽ സാറ് പാടിപ്പിച്ചിട്ടുള്ള സിംഗേഴ്സിൽ ഏറ്റവും കംഫർട്ടബിളും ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും കൂടുതൽ പാടിപ്പിച്ചിരിക്കണ സിംഗർ ആരായിരിക്കും? കൂടുതൽ പാട്ടുകൾ ദാസേട്ടനാണ്, ചിത്ര ചേച്ചി, ഇവരാണ് ഏറ്റവും കൂടുതൽ പാടുന്നത്. പുതിയ ആളുകൾ നോക്കിയാൽ ഞാൻ പാടിപ്പിച്ചിട്ടുള്ള എല്ലാവരെയും എനിക്കിഷ്ടമാണ്.
ഇപ്പോൾ അമൃതയാണെങ്കിൽ പോലും എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനത് ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ സംഗീതത്തിൽ ഒരുവിധ കോംപ്രമൈസും ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. നമുക്ക് മനസ്സിൽ എൻ്റെ കോമ്പസിഷനെ കൊല്ലാതൊരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാടിക്കത്തുള്ളൂ. അല്ലാതെ ഒരു സ്നേഹബന്ധത്തിനും എൻ്റെ സംഗീതമായിട്ടൊരു ബന്ധമില്ല. അതൊക്കെ അപ്പുറത്ത് അവിടെ നിൽക്കത്തേ ഉള്ളൂ. പാട്ട് എനിക്ക് ഇഷ്ടമായെങ്കിൽ മാത്രമേ ഞാൻ പാടിക്കത്തുള്ളൂ. സാർ അപ്പം ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ സാറിന് അപ്പം തന്നെ ഇതാരെ കൊണ്ട് പാടിപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള കമ്പോസിങ് കഴിഞ്ഞതിന് ശേഷം തോന്നും. അല്ല ഞാൻ ഒരാളെ മനസ്സിൽ വെച്ചിട്ട് ചെയ്യാറില്ല. ആ സിറ്റുവേഷൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, അതൊരു ട്യൂണായി കഴിയുമ്പോൾ ഇത് ഇന്ന ആൾ പാടിയാൽ നന്നായിരിക്കും, അത് കൊള്ളാം. ഇപ്പോൾ രമ്യാ നമ്പീശൻ ഒരു ഉദാഹരണം. ഞാനിങ്ങനെ അടിച്ചത് ആരെ കൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റായിട്ടൊരു ടോണുള്ള ആളിപ്പോൾ എനിക്ക് പണ്ടെങ്ങാണ്ട് സ്റ്റാർ സിംഗറിന് രമ്യ വന്നപ്പോൾ ആ കഴിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് കാണുവാണെന്ന് ഞാണ്ട് പാടിയത് കേട്ടിട്ട് പാടിയപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. ടോൺ ഒരു ഡിഫറെൻറ്റ് ടോൺ. ഞാൻ രമ്യ സംഗീതം പഠിച്ചിട്ടുണ്ട്, പണ്ട് പഠിച്ചിരുന്നു, ഇപ്പോൾ ഇല്ല, ഇപ്പം തട്ടിച്ചിട്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ കിടന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഫിലിമിന് വിളിക്കുന്നതും ഞാൻ പാടിക്കുന്നത്. അപ്പോൾ അത് മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളങ്ങ് ചെയ്യും, അത്രേ ഉള്ളൂ. ആണ്ടേലുണ്ടേ രമ്യയുടെ പഴയ സമയത്തുണ്ടായിരുന്ന ഒരു കമ്പോസിങ് അല്ലെങ്കിൽ മ്യൂസിക് മേക്കിംഗ് പ്രൊസീജിയറും ഇപ്പോഴത്തെ ഒരു രണ്ട് സമയത്തും സാറ് ഉള്ള ആളല്ലേ, അപ്പോൾ സാറിന് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്? പണ്ട് നമ്മൾ ഡയറക്ടറും ലിറിസിസ്റ്റും പ്രൊഡ്യൂസറും ഒക്കെ കൂടി ഇരുന്നിട്ട് നമ്മളതൊരു കൂടെ ഇരുന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഫിലിം നടന്നില്ല. ആ ഫിലിം ചെയ്യുമ്പോൾ കൈതപ്രാണാച്ചി കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ചെയ്തതാണ്. അപ്പോൾ ആ പടം നടക്കാതെ പോയി. അതിലെ 2 പാട്ടാണ് നമ്മുടെ ക്ഷണക്കത്ത് എന്നുള്ള സിനിമ രാജീവേട്ടൻ ചെയ്തപ്പോൾ ഇങ്ങോട്ട് എടുത്തത്. അത് സിമിലർ സിറ്റുവേഷൻ ആയതുകൊണ്ട്, അത് ഡയറക്ടർ ഒന്നും ആയതുകൊണ്ട് ആ ഫിലിം നടന്നതുമില്ല. ആരാഗം, അത് ആകാശദീപം ഇത് 2 പാട്ടും അതിന് ചെയ്തതാണ്. അന്ന് ആകാശദീപം അല്ലായിരുന്നു, വാസന്തരാത്രി മണ്ഡപങ്ങൾ നിറമാടി ആയിരുന്നു ലിറിക്സ് മാറ്റി. ലിറിക്സ് മാറ്റാൻ പാടുന്ന എളുപ്പമാണല്ലോ. സാർ എങ്ങനെയാ സാർ ഈ ഒരു എനർജി ഇങ്ങനെ കീപ്പ് ചെയ്യണേ എപ്പോഴും? അല്ല, ഞാനെപ്പോഴും കൂളാണ്. നമ്മളിങ്ങനെ ടെൻഷൻസൊക്കെ ആലോചിച്ചാൽ നമ്മൾ വിഷമിച്ച് ആകെ ബോറായിപ്പോകും. സാറിനെ വിളിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാന്താവുമ്പോൾ സാറിനെയാണല്ലോ വിളിക്കാറ്. അതെ, ഇനി പ്രാന്തളപ്പം മൊത്തം എന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം സമാധാനവും വേൾഡ് ഇസ് ബാക്ക് എന്നുള്ളൊരു അല്ല സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്നവർ പറയാം, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, കൂളായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ പോകണം ജീവിതം. ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അത് എപ്പോൾ തീരുമെന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ 98 ആകുമ്പോൾ പറയാമായിരുന്നു, അപ്പോൾ ഇവരും 98 ആയേ എല്ലാവരും ഒന്ന് റെഡി ആയിട്ടിരുന്നു വന്ന്. ഇതിപ്പോൾ 8 വയസ്സിലും ചാവുകയാണ്. അപ്പോൾ ഒരു മരണത്തിനൊരു പ്രത്യേകിച്ചൊരു സമയമില്ലാത്തൊരു കാലമാണിത്. അപ്പോൾ ഉള്ള സമയത്ത് സന്തോഷമായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. സാറല്ലേ കുറേ നാൾ പാട്ട് മ്യൂസിക് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ഈ റിയാലിറ്റി ഷോയിലെ ജഡ്ജായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിന്നെ കുട്ടികളായിട്ടല്ലേ സാറ് ഇന്ററാക്ട് ചെയ്തിരിക്കുന്നതും. അങ്ങനെ സംസാരിച്ച് സാറും ഞാനൊരു കുട്ടിയായിട്ട് മാറി. അല്ല അതല്ലായിരുന്നു ചോദ്യം. അല്ല സാറിന്റെ ബിഹേവിയറിലും മാറ്റങ്ങൾ വന്നിട്ടില്ലേ? അല്ല, മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യ കാലത്ത് നിങ്ങളൊക്കെ ഉള്ളപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ റിയാലിറ്റി ഷോ. ഇപ്പം അമൃതയൊക്കെ ഉള്ള സീസൺ അതാണ് ഞാൻ ആദ്യം വരുന്നത്. അന്ന് എനിക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാളുടെ കൂടെ അടുത്ത് പറയുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇച്ചിരി കടന്നു. പിന്നെ ഒരു ബബിൾ ഗം ഉണ്ടായിരുന്നു ഫുൾ ടൈം. എന്തുവായി പാടിയത് ഇങ്ങനാണോ? അതുകൊണ്ടാണ് എൻ്റെ അനിയത്തി അഭിനയത്തിലേക്ക് വന്നത്, സാറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട്. അതിനുശേഷം എനിക്ക് അവിടെ സാറ് പിന്നെ വേറൊരു പതുക്കെ വേറൊരാളായി മാറിയിട്ടുണ്ട്. സമാധാനമായി. ഇപ്പോൾ കുറേ കൂടെ നമ്മൾ സ്നേഹത്തോടെ, മാക്സിമം സ്നേഹത്തോടെയാണ് നമ്മൾ. അത് ആത്മാർത്ഥമായിട്ടാണ്. എനിക്ക് അക്കാര്യത്തിലൊന്നും അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ. അതിനൊരു കള്ളനല്ല ഞാൻ ആ കാര്യത്തിൽ. വളരെ ഒരു ജെന്യൂനായിട്ടുള്ള പേഴ്സൺ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊരു കമൻറ്റ് പറഞ്ഞാലും അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ 5-6 വട്ടം പാടി കേൾപ്പിക്കും. പിന്നെയും മനസ്സിലായാലും ഒരു ഇച്ചിരി എന്താ നേടാ എന്ന് ചോദിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പണ്ടത്തെ ഇല്ലായിരുന്നു, അതില്ല. പിന്നെ എൻ്റെ ഈ ബബിൾ ഗം ചവയ്ക്കുന്ന കണ്ടിട്ട് അന്ന് മോക്ക് വളരെ ചെറുതാണ് അവൾ പറഞ്ഞു അച്ഛൻ ബാഡ് നീ ചവയ്ക്കുന്നുണ്ട്. അവൾ ചവച്ച് കാണിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ നിർത്തിയത്. ചവപ്പ് തൽക്കാലം നിർത്തിയത് എൻ്റെ മോളാണ് അതിന് കാരണം.